ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവരക്കണക്കിലെ 3ാമത്തെ ഭാഗമാണ്. അതായത് ഫ്രീക്വൻസി ആൻഡ് മീഡിയൻ, ആവൃത്തിയും മധ്യമവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഒരു കുട്ടിക്ക് എക്സാമിന് പല സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക് അല്ലേ? ഇവിടെ ഫ്രീക്വൻസി അഥവാ ആവൃത്തി വരുന്ന കേസിൽ കുറെ കുട്ടികൾക്ക് ഒരേ മാർക്ക് കിട്ടും. ആ ഒരു രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം വരുന്നത്, ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തി, ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്വിസ് കോമ്പറ്റീഷൻ നടത്തി. അതിൽ കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ്, ഔട്ട് ഓഫ് 10 ആണ്, 10ലാണ് മാർക്ക് ഇട്ടത്. അതിൽ കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് 3, 4 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് 7, 5 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് 11, 6 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് 5, 7 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് 9. അതായത് 3 മാർക്ക് വരെ കിട്ടിയ കുട്ടികളുടെ എണ്ണം 3 ആണ് അല്ലെ? അപ് ടു 3 മാർക്സ് 3 പേരാണുള്ളത്. ഇനി അപ് ടു 4 മാർക്സ് ആകുമ്പം ഈ 3 മാർക്കും അതിനകത്ത് വരികയല്ലേ? 4 മാർക്ക് വരെ കിട്ടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ഈ 3 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണവും വരും. അതായത് ഈ 3ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ 10 കിട്ടും അല്ലെ? ഇനി 5 മാർക്ക് വരെ കിട്ടിയ കുട്ടികളുടെ എണ്ണം, അതായത് അപ് ടു 5 മാർക്സ് എന്ന് പറയുമ്പോൾ ഈ 3ഉം വരും, 3 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണവും വരും, 4 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണവും വരും, 5 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണവും വരും. അപ്പം 3, 7, 10, 11, 21 കുട്ടികൾ അതിനകത്ത് പെടും. അപ്പം നമ്മൾ എഴുതുന്നത്, ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നത് അപ് ടു 3 മാർക്സ്, അപ് ടു 3 മാർക്സ്, അല്ലെങ്കിൽ 3 മാർക്ക് വരെ എന്നെഴുതിയാൽ മതി മലയാളം മീഡിയംകാർ. അപ്പം 3 മാർക്ക് വരെ കിട്ടിയ കുട്ടികൾ 3 പേര്. ഇനി അപ് ടു 4 മാർക്സോ? അപ് ടു 4 മാർക്സ്, അപ്പോൾ 4 മാർക്സ് വരെ, 4 മാർക്ക് വരെ കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്ര വരും? അപ്പം നമ്മൾ മൂന്നാമതൊരു ബോക്സ് വരയ്ക്കണം. അപ്പം അപ് ടു 3 മാർക്സ് 3 കുട്ടികൾ അല്ലെ? 3 മാർക്ക് വരെ കിട്ടിയത് 3 കുട്ടികൾ. ഇനി അപ് ടു 4 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്ക് വരെ കിട്ടിയ കുട്ടികൾ 3ഉം 7ഉം വരും. അപ്പോൾ 3, 7, 10 കിട്ടി. ഇനി അപ് ടു 5 മാർക്സ് ആണെങ്കിൽ ആ 11ഉം കൂടെ കൂട്ടണം നമ്മൾ അല്ലെ? അപ്പോൾ 21 കിട്ടി. ഇനി അപ് ടു 6 മാർക്സ് ആകുമ്പോഴും 6 മാർക്ക് വരെ, അപ്പൊ ഈ 5ഉം കൂടെ കൂട്ടണം. അപ്പൊ ഈ 21ന്റെ കൂടെ 5 കൂട്ടിയാൽ മതി, 26. ഇനി അപ് ടു 7 മാർക്സോ? അപ്പൊ ഈ 9ഉം കൂടെ കൂട്ടണം, അപ്പൊ 35. ഈ 35ആണ് ആകെ കുട്ടികളുടെ എണ്ണം. കാരണം എന്താന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് 1 മാർക്കല്ലേ കിട്ടത്തുള്ളൂ. ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ ഒരു കുട്ടിക്ക് 2 വ്യത്യസ്ത മാർക്ക് കിട്ടുമോ? ഇല്ല, ഒരൊറ്റ മാർക്കേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതായത് 3 മാർക്ക് കിട്ടിയ കുട്ടി ഒരിക്കലും ബാക്കി ഏതെങ്കിലും മാർക്ക് 4, 5, 6, 7 മാർക്കിലൊന്നും പെടുകയല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കുട്ടികളുടെ ആകെ എണ്ണം ആണ് ഈ 35. 35 എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അതായത് കുട്ടികളുടെ എണ്ണം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഈ 35 തന്നെ നമുക്ക് കിട്ടും. ഇനി ഇവിടെ നമുക്ക് മധ്യമമാണ് അഥവാ മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മീഡിയൻ കാണാനായിട്ട് നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 2 കേസ് ഉണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഡോ ഈവനോ വരാം. അപ്പോൾ മീഡിയൻ കാണാനായിട്ട് ഒന്നാമത്തെ കേസാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ എണ്ണം ഓഡാകുക, ഒറ്റ സംഖ്യ ആകുക. ഇവിടെ 35 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്, 35 ഓഡാണ് അല്ലെ? ഒറ്റ സംഖ്യ വരുമ്പോ എന്താണ്? n = 35 ആണ്. അപ്പൊ എന്ത് കാണണം? മീഡിയൻ എത്രാമത്തെ പൊസിഷനിലാണ്? n+1/2. n-ന്റെ കൂടെ 1 കൂട്ടുക, അതിന്റെ പകുതി കാണുക. ആ പൊസിഷനിൽ വരുന്ന കുട്ടിയുടെ മാർക്കാണ് മീഡിയൻ മാർക്ക് അഥവാ മധ്യമ മാർക്ക്. അപ്പൊ ഇവിടെ 35ആണ് n, അതായത് 35ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 36/2 എന്ന് പറയുന്നത് 18. അപ്പൊ 18ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ആളുടെ മാർക്കാണ് മീഡിയം മാർക്ക്. നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ 18ാമത്തെ പൊസിഷൻ എവിടെയാണ്? അപ്പൊ 18ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന കുട്ടി ആരെന്ന് ആദ്യം കണ്ടുപിടിക്കണ്ടേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ 3 മാർക്ക് വരെ കിട്ടിയത് 3 കുട്ടികളാണ്. അതായത് 1ാമത്തെ ആള് തൊട്ട് 3ാമത്തെ ആള് വരെ. ഇവിടെയോ 4ാമത്തെ ആള് തൊട്ട് 10ാമത്തെ ആള് വരെ.
ഇവിടെയോ ഈ 5 മാർക്ക് കിട്ടിയത് ആരൊക്കെയാ? 11ാമത്തെ ആള് തൊട്ട് 21ാമത്തെ ആള് വരെ. ഈ 6 മാർക്ക് കിട്ടിയത് അവിടെ 22ാമത്തെ ആള് തൊട്ട് 26ാമത്തെ ആള് വരെ. 7 മാർക്ക് കിട്ടിയത് 27ാമത്തെ ആള് തൊട്ട് 35ാമത്തെ ആള് വരെയാണ്. ക്ലിയർ ആയോ? ഈ പാർട്ട് ക്ലിയർ ആയോ? അങ്ങനാണെങ്കിൽ ഈ 18ാമത്തെ ആൾ എവിടെയായിരിക്കുന്നത്? ദാ ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ 11 തൊട്ട് 21 വരെയുള്ള ആ ഇന്റർവെല്ലിലാണല്ലോ ഈ 18ാമത്തെ ആൾ ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇതിന്റെ മാർക്ക് എത്രയാണ്? ഇവർക്കെല്ലാം, അതായത് 11ാമത്തെ ആള് തൊട്ട് 21ാമത്തെ ആള് വരെ അവർക്കെല്ലാവർക്കും 5 മാർക്കാ കിട്ടിയത്. ഇപ്പൊ മീഡിയൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ 18ാമത്തെ ആളിന്റെ മാർക്കാ. 18ാമത്തെ ആളിന് എത്ര മാർക്ക് കിട്ടിയത്? 5 മാർക്ക്. അപ്പൊ മീഡിയൻ മാർക്ക് എത്രയാണ്? 5 മാർക്സ്. മനസ്സിലായോ? ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ക്ലിയർ ആയല്ലോ. നമുക്കിനി പേജ് നമ്പർ 282 ചോദ്യങ്ങൾ ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 35 ഹൗസ് ഹോൾഡ്സ് ഇൻ എ നെയ്ബർഹുഡ് ആർ sorted according to their monthly income in the table below. Calculate the median income. അതായത് ഇവിടെ മാസ വരുമാനവും വീടുകളുടെ എണ്ണവും തന്നിട്ടുണ്ട്. ഓരോ കുടുംബങ്ങൾക്കും കിട്ടുന്ന വരുമാനം, അതായത് 10,000 രൂപ കിട്ടുന്ന 3 കുടുംബങ്ങളുണ്ട്, 11,000 രൂപ കിട്ടുന്ന 7 കുടുംബങ്ങൾ, 12,000 കിട്ടുന്ന 8 ഫാമിലീസ്, 13,000 കിട്ടുന്ന 5, 14,000 5, 15,000 4, 16,000 3 ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ 10,000 വരെ അപ് ടു 10,000. അപ്പൊ ഇത് നമുക്ക് ഈ ഫ്രീക്വൻസി നമുക്ക് തന്നിരിക്കുന്ന കൊണ്ട് നമുക്ക് ഓരോന്നും കൂട്ടി എഴുതുമ്പോൾ ആകെ വീടുകളുടെ എണ്ണവും കിട്ടുമല്ലോ, അല്ലെ? അപ്പൊ അപ് ടു 10,000 അല്ലെങ്കിൽ 10,000 വരെ എന്ന് ആൻസറിൽ എഴുതുക. ഈ ടേബിൾ ഇങ്ങനെ വരച്ചിട്ട് എഴുതുക. ഇപ്പൊ എത്ര ഫാമിലീസ് ഉണ്ട്? 3 ഫാമിലീസ് ആണ് ഉള്ളത്. ഇനി അപ് ടു 11,000 ആണെങ്കിലോ, ആ 11,000 അപ് ടു 11,000, അതായത് 11,000 വരെ എന്ന് പറയുമ്പോൾ ഈ 10,000ഉം അതിൽപ്പെടും. അതായത് ഈ 3 കുടുംബങ്ങൾ അതിൽപ്പെടും. 3 7 10 ഫാമിലീസ് ആകെയുണ്ട്. ഇത് നമ്മൾ കൂട്ടി എഴുതുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇവിടെ 12,000 അപ് ടു 12,000, ഇവിടെ CF എന്ന് കൊടുത്താലും മതി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളതിന്. ഇനി അപ് ടു 12,000, അതായത് 12,000 വരെ എന്ന് പറയുമ്പോൾ ഈ 10,000കാരും വരും, 11,000കാരും വരും, 12,000കാരും വരും, അല്ലെ? അതായത് 10ന്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ 18. അങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്യുമ്പോൾ എന്ത് വരും? ഇപ്പൊ ടോട്ടൽ എത്ര ഫാമിലീസ് ഉണ്ട്? 35 ഫാമിലീസ് ഉണ്ട്, അല്ലെ? നമുക്ക് കാണേണ്ടത് മീഡിയൻ ആണ്. മീഡിയൻ കാണുമ്പോൾ നമ്മൾ ഈവൻ ആണോ ഓഡാണോ എന്ന് നോക്കണം, അല്ലെ? ടോട്ടൽ നമ്പർ n = 35 ആണ്. നമുക്ക് അത് എന്താണെന്നറിയാം, ഓടാന്ന് അറിയാം. അപ്പോൾ ഓട് ആവുമ്പം എന്താ ചെയ്യേണ്ടത്? ഏത് പൊസിഷനിലുള്ള ഫാമിലി എത്രാമത്തെ ആണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് n+1/2 ഇതാണ് നോക്കുന്നത്. ഓട് വരുമ്പോൾ അപ്പോൾ 35 + 1/2, അതായത് 36/2, അതായത് 18ാമത്തെ വീട് എവിടെയാന്ന് നോക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, 18 കിടക്കുന്നത് എവിടെയാണ്? ഇവിടെ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ആ നമ്പർ ഇവിടെ ഉള്ളതുകൊണ്ട്. എന്നാലും ഒന്നും കൂടെ പറയുകയാണ്. 1 മുതൽ 3 വരെ വരുന്ന വീടുകൾ വരുന്നത് ഏത്? 10,000 താഴെ, 10,000 വരെ, അല്ലെ? ഇനി 3 കഴിഞ്ഞാൽ 4 തൊട്ട് 10 വരെ വരുന്നതാണ് ഈ 11,000. ഇനി 11 തൊട്ട് 18 വരെ വരുന്നതാണ് 12,000. നമുക്ക് 18ാമത്തെ പൊസിഷൻ അല്ലേ വേണ്ടത്. അപ്പൊ നമുക്ക് ഇതാണല്ലോ ആ ലെവല് കിടക്കുന്നത്, അല്ലെ? അപ്പൊ അവരുടെ എമൗണ്ട്, മന്ത്ലി ഇൻകം എത്രയാണെന്ന് നമുക്ക് നോക്കുക. അതാണ് മീഡിയൻ ഇൻകം ആയിട്ട് എടുക്കുന്നത്. ഇത് എളുപ്പമാണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ എല്ലാം ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 3 ടൈപ്പ് ക്വസ്റ്റ്യനും വരും. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പഠിക്കാം. അപ്പോൾ എത്രയാണ് ഇൻകം? 12,000 റുപ്പീസ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ദ ടേബിൾ ബിലോ ഷോസ് ദ വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി sorted according to their daily wages. Calculate the median daily wage. അപ്പോൾ ഇവിടെ ദിവസക്കൂലി തന്നിട്ടുണ്ട്. ഓരോ ദിവസക്കൂലിയിലും എത്ര വർക്കേഴ്സ് ഉണ്ടെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് 700 രൂപ കിട്ടുന്ന 2 വർക്കേഴ്സ്, 800 രൂപ കിട്ടുന്ന 4 വർക്കേഴ്സ്,
900 റുപ്പീസ് കിട്ടുന്ന 5 വർക്കേഴ്സ്, 10,000 റുപ്പീസ് കിട്ടുന്ന 7 വർക്കേഴ്സ്, അങ്ങനെ ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ് ടു 700, 700 വരെ 2 പേർക്ക്, 800 വരെ എന്ന് പറയുമ്പോൾ 700 വരും 800 വരും, 800 ഈ താഴെയുള്ളത് മുഴുവൻ വരും. 800 വരെ എന്ന് പറയുമ്പോൾ 2ഉം 4ഉം കൂടെ കൂട്ടി 6 വർക്കേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുമ്പോൾ അപ് ടു 700 അല്ലെങ്കിൽ 700 വരെ എന്ന് എഴുതുന്നത് 2 പേര്. അപ് ടു 800 വരുമ്പോഴോ 800 വരെ എത്ര പേരുണ്ട്? 2ഉം 4ഉം 6 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ 900 വരെയോ 6ന്റെ കൂടെ ഈ 5 കൂട്ടുക, 11 കിട്ടും. 11 വർക്കേഴ്സ് ഉണ്ട്. 1000 രൂപ വരെ കിട്ടുന്നത് 11ഉം 7ഉം 18 വർക്കേഴ്സ് ഉണ്ട്. 1100 രൂപ കിട്ടുന്ന 18ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 23 വർക്കേഴ്സ് ഉണ്ട്. 1200 രൂപ വരെ കിട്ടുന്ന വർക്കേഴ്സ് 23ഉം 4ഉം 27 വർക്കേഴ്സ് ഉണ്ട്. 1300 രൂപ വരെ കിട്ടുന്ന വർക്കേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 27ഉം 3ഉം 30. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് 30 ആണ് അല്ലെ. ആ 30 നമുക്ക് കാണേണ്ടത് എന്താണ്? മീഡിയൻ ഡെയിലി വേജ് ആണ് കാണേണ്ടത്. മീഡിയൻ ഡെയിലി വേജ് എന്ന് പറയുമ്പോൾ ഈവൻ ആണോ ഓഡ് ആണോ നോക്കണം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് N30 ആണ്. അത് ഈവൻ ആണ്, ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ ആകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? N/2 ആ പൊസിഷനും പിന്നെ ഏതാ N/2 + 1 അതിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ കിട്ടുന്നതും കൂടെ കൂട്ടിയിട്ട് പകുതി കാണുക ചെയ്യുന്നത് അല്ലെ. അപ്പോൾ N/2 എന്ന് പറയുന്നത് ഏതാ? 30ന്റെ പകുതി 15ാമത്തെ വർക്കറിനെ നോക്കണം. പിന്നെ 15ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 16ാമത്തെ വർക്കറുടെ ദിവസക്കൂലി എത്രയാണെന്ന് നോക്കണം. ഇത് രണ്ടും അല്ലേ നോക്കേണ്ടത്. അപ്പൊ 15ഉം 16ഉം എവിടെ വരുന്നെന്ന് നോക്കാം. ഈ 2 എന്ന് പറയുന്നത് 1 മുതൽ 2 വരെ. 6 എന്ന് പറയുന്നത് എവിടെ തൊട്ട്? 2 കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. പിന്നെ 3 തൊട്ട് 6 വരെയാണ് ഇവിടെ 800 രൂപ കിട്ടുന്നത്. പിന്നെ 6 വരെ തീർന്നു. പിന്നെ 7 തൊട്ട് 11 വരെയാണ് 900 റുപ്പീസ് കിട്ടുന്നത്. പിന്നെ 12 തൊട്ട് 18 വരെയുള്ള ആളുകൾക്കാണ് 1000 രൂപ കിട്ടുന്നത്. നമുക്ക് വേണ്ടത് 15ഉം 16ഉം. ആ 15ഉം 16ഉം ഈ 12 മുതൽ 18 വരെ അതിനകത്ത് കിടപ്പുണ്ട് അല്ലെ. അപ്പൊ അത് രണ്ടും ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് 2 കൂട്ടരുടെയും ദിവസക്കൂലി എത്രയാണ്? 1000 തന്നെയാണ് അല്ലെ. അപ്പൊ 15ാമത്തെ ആളുടെ ദിവസക്കൂലിയും 1000 16ാമത്തെ ആളുടെ ദിവസക്കൂലിയും 1000 അത് തമ്മിൽ കൂട്ടിയിട്ട് പകുതി കാണുക. അത് 1000 തന്നെയല്ലേ. 1000 2000 2000ന്റെ പകുതി 1000 തന്നെയല്ലേ. അപ്പൊ 1000 റുപ്പീസ് 1000 രൂപയാണ് മീഡിയൻ ഡെയിലി വേജ്. മധ്യമ ദിവസക്കൂലി ഈക്വൽ ടു 1000 റുപ്പീസ് എന്ന് എഴുതുക. ഇനി 3ാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ 3ാമത്തെ ചോദ്യം ഇതാണ്. ദ ടേബിൾ ബിലോ ഷോസ് ദ നമ്പർ ഓഫ് ബേബീസ് ബോൺ ഇൻ എ ഹോസ്പിറ്റൽ ഡ്യൂറിങ് എ വീക്ക് സോർട്ടഡ് അക്കോർഡിംഗ് ടു ദെയർ ബർത്ത് വെയ്റ്റ്. അതായത് കുട്ടികളുടെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായ കുട്ടികളുടെ ഭാരത്തിനനുസരിച്ചാണ് കുട്ടികളുടെ എണ്ണം ഇവിടെ ടേബിൾ ആക്കിയിരിക്കുന്നത്. ഇവിടെ കാൽക്കുലേറ്റ് ദ മീഡിയൻ ബർത്ത് വെയ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ അപ് ടു 2.5 കിലോ അല്ലെ 2.5 കിലോ വരെ എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികൾ. 600 വരെ അപ് ടു 2.600 4 കുട്ടികളുടെ കൂടെ 6 കുട്ടികളും കൂടെ വരും. കാരണം 2.500 അതിനകത്ത് പെടും. അപ്പൊ 2 4 6 10. അങ്ങനെ ഓരോന്നും കംപ്ലീറ്റ് ആക്കുക. എവിടം വരെ വേണം? അപ് ടു 3.500 അതായത് 3.5 വരെ, വെയിറ്റ് 3.5 വരെയുള്ള കുട്ടികൾ. അപ്പൊ നമുക്ക് ആകെ കുട്ടികളുടെ എണ്ണം കിട്ടും. ഇവിടെ ഓരോന്നും കൂട്ടിക്കൂട്ടി വരുമ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം 70 കിട്ടിയത്. നമുക്ക് മീഡിയൻ വെയിറ്റ് അഥവാ മധ്യമ ഭാരമാണ് വേണ്ടത്. മീഡിയം കാണുമ്പോൾ എപ്പോഴും നമ്മൾ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ നോക്കും. ഇവിടെ n എത്രയാണ്? 70 ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ വരുമ്പോൾ 70ന്റെ പകുതിയും അതിന്റെ അടുത്ത നമ്പരും അല്ലെ. 70ന്റെ പകുതി എന്ന് പറയുന്നത് എത്ര വരും?
35. പിന്നെ അതിന്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ 36 നമുക്ക് നോക്കേണ്ടത്. ഇവിടെ എന്ന് പറയുന്നത് 1 മുതൽ 4 വരെയുള്ള കുട്ടികളുടെ വെയിറ്റ് ആണ് 2500. പിന്നെ 4 കഴിഞ്ഞ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികളുടെയാണ് 2600. 11 തൊട്ട് 18 വരെയുള്ള കുട്ടികളുടെയാണ് 2750. 19 തൊട്ട് 28 വരെയുള്ളതാണ് 2800. 29 തൊട്ട് 40 വരെയുള്ള കുട്ടികളുടെ വെയിറ്റ് ആണ് 3 കിലോ. അപ്പൊ അതല്ലേ വരുന്നത്. 35-ാമത്തെ ആളും 36-ാമത്തെ ആളും ഇതിന്റെ ഇടയ്ക്ക് വരും. 29-ാമത്തെ ആള് തൊട്ട് 40-ാമത്തെ വരെയുള്ള കുട്ടികളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 3 കിലോയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ അവ തമ്മിൽ കൂട്ടിയിട്ട് പകുതി കാണുക. അപ്പൊ രണ്ടും സെയിം തന്നെയാണല്ലോ. അപ്പൊ കൂട്ടി പകുതി കണ്ടാലും അതേ 3 കിലോ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ മീഡിയം വെയിറ്റ് എന്ന് പറയുന്നത് എത്ര വന്നു? 3 കിലോ. മനസ്സിലായല്ലോ. മധ്യമ ഭാരം എന്ന് പറയുന്നത് 3 കിലോ എന്ന് കിട്ടി. ഇപ്പൊ 3 ചോദ്യങ്ങളും മനസ്സിലായല്ലോ. എഴുതി പഠിക്കുക.